ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു ഡേ ഫുള്ളിലൊരു വീഡിയോ ആണ്. ഇന്ന് എനിക്ക് പയ്യന്നൂർ പോകാനുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ പോകുന്നതിന് മുമ്പേ എടുത്ത വീഡിയോസാണ്. അങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. ഫാനിൻ്റെ കാറ്റ് കാരണം എന്താ പറയുക, ഇങ്ങനെ വോയിസ് പോയിട്ടുണ്ടായിരുന്നു, മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പയ്യന്നൂർ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്താത്തൻ്റെ മോന് 10ാം ക്ലാസ് പാസ്സായി, ഫുൾ A+ ആണ് എനിക്ക്. അപ്പോൾ നമ്മൾ വക ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ഞാനും അമ്മയും കൂടെയാണ് പോയത്, ഏട്ടൻ്റെ ഭാര്യയും കൂടെയാണ് പോയത്. അപ്പം പോകുന്ന ടൈമിൽ പിന്നെ അവിടുന്ന് കുറച്ച് സമയം പർച്ചേസ് ചെയ്തതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ കാണിച്ചിരുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പോത്താണത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണ് പോയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ദിവസം ഫോണ് നല്ല പണി തന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ കുരുത്തക്കേട് ഞാനിങ്ങനെ വീഡിയോസ് വിട്ടിട്ട് വെറുപ്പിച്ചുകൊണ്ട് ഫോണിന് എന്നോട് വെറുപ്പ് വന്നതാണെന്ന് തോന്നുന്നു. ഫോണ് ഒരു 2 ദിവസം റെസ്റ്റ് എടുക്കുന്നുണ്ടായത്. ഞാൻ ആകെ ഷോക്കായി പോയി. കാരണം ഫോണില്ലാണ്ട് ഞാൻ എന്ത് 2 ദിവസം എൻ്റെ വീഡിയോസ് അതുകൊണ്ടുണ്ടായിന്. കാരണം ഒന്നല്ല, ഞാനൊരു ദിവസം രാവിലെ ഉറങ്ങിയിട്ട് നോക്കുമ്പോൾ എൻ്റെ ഫോൺ ഓണാവുന്നില്ല, ഫോൺ ഡെഡായി. കുറേ ട്രൈ ചെയ്ത് നോക്കി. അന്നത്തെ ദിവസം ഫുൾ ഓഫായിരുന്നു, പിറ്റത്തെ ദിവസം ഓഫായിരുന്നു. അന്നത്തെ രാത്രിയിൽ അത് ഞാൻ നോക്കിയതേ ഇല്ല, ഫോൺ ഓഫിൽ തന്നെ ഉണ്ടായ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഒരു സാംസങ്ങിൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ ഫോൺ അവിടുന്ന് മാറ്റുമ്പോൾ ആണ് ഇത് ഓണായിരുന്നില്ല കാര്യം ഞാൻ അറിഞ്ഞത്. ആപ്പിളിൻ്റെ ലോഗോ വന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കൂലേ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടായത്. കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിന് ശരിയാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ആയിട്ടില്ല. ഞാൻ ആകെ പേടിച്ചേ. കാരണം എൻ്റെ ഫോണ് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ മിസ്സാവില്ലേ, അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിന്. പക്ഷേ അല്ല, ഫോൺ ശരിയായി. പിന്നെ ഒരു 3000 രൂപ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും ഷോപ്പിലൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ. അങ്ങനെ ഓട്ടോമാറ്റിക് അത് റെഡിയായി. കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അൽഹംദുലില്ലാ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഡെയിലി എന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വർപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഫിബി എന്ന് വിളിക്കും. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെന്ത്, അപ്പം എൻ്റെ കൂടെ മുന്നോട്ട് പോവാം. ഓരോ ദിവസവും ഞാൻ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം കല്യാണ രാത്രിയിൽ നമ്മൾ ഫുഡ് അടിക്കാൻ പോയതും, കല്യാണ രാത്രി ചെക്കനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഇടങ്ങാറാക്കിയതൊക്കെ ആ വീഡിയോസൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാമെന്നുണ്ട്. അപ്പം ഇൻഷാല്ലാ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് ഓരോ ദിവസങ്ങളിലായി വരും. അപ്പം നിങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും. ആ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബേഴ്സ് ബട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് ബെല്ലൈക്കണ് ഓണാക്കി വെക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തന്നെ തള്ളിയാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം എനിക്ക് പോകാനുണ്ട്. 1 മണിക്ക് ആ ടൈമാണ് പോകേണ്ടത്. നമ്മളെ കൂടെ വരുന്ന ആൾ കുറച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുകൊണ്ട് നമ്മളൊരു പ്ലാനും നടക്കില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നില്ലേ, പ്ലാനും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇതര മോൻ നമ്മളെ വിജയ് അങ്ങനെ പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കില്ല. ഭയങ്കര ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ്. അപ്പം അൽഫാമൊക്കെ കഴിക്കും, പക്ഷേ ഇന്നിനി അതൊന്നും കഴിക്കാൻ ഇടയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കാര്യങ്ങളായി ഓന് പുറത്തെ ഫുഡൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ നമ്മൾ പോവാന്നത് മണ്ടൂരേക്ക് വണ്ടി വെച്ചിട്ട് നമ്മൾ നാട്ടിലെ ടൗണിലൂടെ വണ്ടി വെച്ചിട്ട് അവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പം അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഓൻ്റെ വീട്. അങ്ങനെ നമ്മൾ ഓനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ്സിന് പോകുന്നതെന്ന് വെച്ചാൽ 3 ആൾക്ക് സ്കൂട്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ബസ്സിന് പോകുന്നതാണ്. ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ആ
ഒരു ടൈമിൽ തന്നെ കറക്റ്റ് ബസ് പോയി. അപ്പോൾ ഈ ഒരു നട്ടുച്ച സമയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ വരുന്ന ആൾ ഫുഡ് കഴിക്കില്ല, അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കില്ല പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മുടെ വിജയ്. എല്ലാവരും എനിക്കൊരു കൺഗ്രാറ്റ്സ് കൊടുത്തു. അവന് 10+ കഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പയ്യന്നൂരെത്തി. പയ്യന്നൂർ ഡ്രസ്സിൻ്റെ ഷോപ്പിലാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെരുപ്പ് അങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓന് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓന് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെരുപ്പ് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം ആ റൂമിൽ നമ്മൾ ആ ഒരു ഷോപ്പിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയിലല്ലേ ഷൂ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഒരുപാട് ടൈം നമ്മളവിടെ നോക്കി നിന്ന് ഷോപ്പിൽ കയറി കുറേ നോക്കി. പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ 4K ഒക്കെ ഉണ്ട്. പക്ഷെ ഓന് പറയുന്നത് ഓൺലൈനിൽ നോക്കുമ്പോൾ ഇതിലും റേറ്റ് കുറഞ്ഞിട്ട് 10A ക്വാളിറ്റിയിലെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയത് മാത്രമേ ഉള്ളൂ, നമ്മളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് ബസ് കയറി വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്.